ഇന്ന് ജൂൺ 29 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ഈ വർഷത്തിലെ ഇന്ത്യയിലെ തന്നെ വലിയ ഡിസാസ്റ്റർ സിനിമയാണല്ലോ തഗ് ലൈഫ്. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത വൻ താരനിര ഭാഗമായ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ ആഴ്ച ജൂലൈ 4 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആകുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തേത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. ഗുഡ് വൈഫ് എന്നാണ് സീരീസിന്റെ പേര്. പ്രിയ മണി നായകവേഷത്തിലെത്തുന്ന സീരീസ് ഈ ആഴ്ച ജൂലൈ 4 OTT റിലീസ് ആകുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സീരീസ് ലഭ്യമാകുന്നതാണ്. അടുത്തത് മാധവൻ, ഫാത്തിമ തുടങ്ങിയവർ അഭിനയിക്കുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഡയറക്ട് OTT ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആപ്പ് ജയ്സാ കോയ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ജൂലൈ 11 നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ രണ്ട് വിദേശ OTT കണ്ടന്റ്സ് അപ്ഡേറ്റ് ആണ്. അതിലൊന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഡയറക്ട് OTT സിനിമയായ കൊറിയൻ സിനിമ സിയാം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം വരുന്ന ആഴ്ച ജൂലൈ 9 OTT റിലീസ് ആകും. അന്ന് ദിവസം ജൂലൈ 9 തന്നെ ബെല്ലാഡ് എന്നൊരു സീരീസ് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുന്നു. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ സിന്ദഗി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ധ്യാനിന്റെ സിനിമയാണല്ലോ. ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്ത സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. സൺ നെക്സ്റ്റ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ റിലീസിനായിട്ട് ഒരുങ്ങുന്നു. വളരെ അടുത്ത കാലത്ത് സിനിമ OTT റിലീസ് ആകുന്നതാണ്. അവസാനത്തേത് ഈ വർഷത്തിലെ മലയാളത്തിലെ ഡിസാസ്റ്റർ സിനിമകളിലൊന്നായ ബസൂക്ക അപ്ഡേറ്റ് ആണ്. മമ്മൂട്ടിയുടെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും വലിയ കനത്ത പരാജയം നേരിടുത്ത ബസൂക്കയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയെന്നും സിനിമ ജൂലൈയിൽ OTT റിലീസ് ആകുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ വർഷം ഐഡന്റിറ്റി, ദാവീദ്, പ്രിൻസ് എന്നീ സിനിമകൾക്ക് ശേഷം C5 OTT റിലീസിനൊരുങ്ങുന്ന ബസൂക്ക ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.